ഹായ് നമസ്തേ. തൊടുപുഴയിലാട്ടോ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ കുറേയധികം ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് ഈ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. തൊടുപുഴയിലുള്ള അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വഴി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിയാണ്. ഇടുക്കിക്ക് പോകുന്ന വഴി ഇവിടെ ഒരു കാരിക്കോട് ഭഗവതി ക്ഷേത്രമുണ്ട്. അതിൻ്റെ നേരെ വലതുവശത്ത് ചെറിയൊരു കുന്നിന് മുകളിലാണ് ഈ അണ്ണാമലനാഥർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതിലെ ഇങ്ങനെ വണ്ടി അവിടെ ഇട്ടതിൽ ഇങ്ങനെ കയറി വരാം. കയറി വരുമ്പോൾ അതവിടെ താഴെ ഒരു ചെറിയൊരു അമ്പലക്കുളമുണ്ട്. കാരണം ഒരു യോഗീശ്വരൻ്റെ ഒരു സമാധി ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ഗോശാലയൊക്കെ ഉണ്ട്, ഒരു കിണറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കയറി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് ഇതാണ്. ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പഴക്കം പറയുകയാണെങ്കിൽ 1800 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് അവർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് തൊടുപുഴയിലുള്ള അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു എല്ലാ ശിവക്ഷേത്രത്തിനും കാണുന്ന പോലെ ഒരു നന്ദിയുടെ ഒരു വിഗ്രഹം കാണാം, കല്ലുകളൊക്കെ കാണാം. നിറയെ കൊത്തുപണികളോട് കൂടിയ മുഖഭാഗം മുൻവശമാട്ടോ ക്ഷേത്രത്തിൻ്റെ. ഈ തൂണുകളിലെല്ലാം ധാരാളം കൊത്തുപണികളുണ്ട്. നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി വരിക ചെയ്തേട്ടോ. അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. ഇവിടെ വരുമ്പോൾ തന്നെ വലത് സൈഡിൽ ചെറിയൊരു താമരക്കുളം ഉണ്ട് കേട്ടോ. പൂവൊക്കെ ഉണ്ടായി വന്നുള്ളൂ, ചെറിയൊരു താമരക്കുളമാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ശിവലിംഗം കാണാം. നല്ല ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ളൊരു ശിവലിംഗമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ യോഗീശ്വരൻ ശങ്കരഗിരി സ്വാമികളുടെ സമാധി സ്ഥാനം എന്ന് പറഞ്ഞ് ഉണ്ട്. തൊട്ട് തൊടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഗോശാലയുണ്ട് കേട്ടോ. ഒരു വെച്ചൂർ പശു ഗായത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രം തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഗോശാലയുണ്ട് കേട്ടോ. ഗായത്രി വെച്ചൂർ പശു ഗായത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം 5 മണിയായി. ക്ഷേത്രം ഇപ്പോഴാണ് തുറന്നത് കേട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറയൂ. എൻ്റെ പേര് സുദീപ് കുമാർ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകാര്യം എന്ന് പറയുന്ന പദവിയിലാണ്. അതായത് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക, പൂജാ കാര്യങ്ങളുടെ എല്ലാത്തിനകത്തും മേൽശാന്തിക്ക് നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പൂർവ്വ സംരക്ഷകനായിട്ട് ഉള്ള ആ പേരാണ് ശ്രീകാര്യം. വീട് എവിടെയാണ് സാറിൻ്റെ? ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ്. പാരമ്പര്യമായിട്ട് ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. പരമ്പരാഗതമായിട്ട് അച്ഛനും മുത്തച്ഛനും ഒക്കെ ആയിട്ട് തന്നെ തൊടുപുഴ നിവാസികളാണ്. ഇവിടുത്തെ നിവാസികൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ക്ഷേത്രമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ളതാണ്. പിന്നെ കുടുംബപരമായിട്ട് ചില ബന്ധങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ പുറത്താണ് ഇവിടെ ഇന്ന് ഈ ചുമതല വഹിച്ച് കാര്യങ്ങൾ ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കാലമായി സാർ ഇവിടെ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ? ഇപ്പം നിലവിൽ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നിട്ട് ഏകദേശം 20 വർഷമായിട്ടുണ്ട്. വർഷമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഇത് ക്ഷേത്രം എങ്ങനെയാണ്? ഇത് ട്രസ്റ്റാണോ ദേവസ്വം? ഇത് ഒരു ഹൈന്ദവ സമൂഹത്തിലെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ട്രസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അങ്ങനെയാണ് അല്ലേ? ശരിക്കും ഒരു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇതല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം പുരാവസ്തു വകുപ്പിൻ്റെ കണക്കും പ്രകാരമാണെങ്കിലും നമ്മുടെ അഷ്ടമംഗലി ദേവപ്രശ്നത്തിനകത്ത് കാണിക്കുന്നത് 1800 വർഷത്തിനടുത്ത് 1800 വർഷത്തോളം പഴക്കമുണ്ട്. പാണ്ഡ്യ കാലഘട്ടത്തിലുള്ള
ശരിക്കും പാണ്ഡ്യകാലമല്ല, ചോളം രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അവർ നിർമ്മിച്ച 74 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് രേഖകളിലൊക്കെ പറയുന്നതല്ലേ. അതിനുള്ള ആധികാരിക രേഖകളൊക്കെ ഉണ്ടോ? ആധികാരിക രേഖകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേരള ചരിത്രത്തിനകത്തും ഇന്ത്യ ചരിത്രം, ഇത് അണ്ണാമലനാഥർ ക്ഷേത്രം തൊടുപുഴ, കേരള ചരിത്രത്തിനകത്ത്, ഇന്ത്യ ചരിത്രം, അതേമാതിരി തന്നെ ഐതിഹ്യമാല, ആധികാരിക ഗ്രന്ഥങ്ങളിനെ കുറിച്ച് ഇത് ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നത്. പിന്നെ ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് മറ്റും ഇവിടെ എത്തിച്ചേരാറുണ്ട്. കാരണം ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. അങ്ങനത്തെ ക്ഷേത്രം ഇവിടെ ഇല്ല. ഇല്ല, ഇവിടെ നല്ല കേരളത്തിൽ തന്നെ അല്ല, വളരെ ഒരു പ്രത്യേകത കൂടി ഈ മഹാക്ഷേത്രത്തിനുണ്ട്. ഇതിന്റെ ദർശനം തെക്കോട്ട് ദർശനമായിട്ട് അത്യപൂർവമായിട്ട് ക്ഷേത്രങ്ങൾ വരാറുള്ളൂ. അതുമല്ല, ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവില് പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മുകളും എല്ലാം സൈഡും എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 തൂണുകളെല്ലാം ഫ്രണ്ടിൽ കൊടുത്ത് കേരളത്തിന്റെ മാതൃകയല്ല, കേരളത്തിലെ തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള അല്ല, കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ തന്നെ ഒരു ശിലാലിഖിതമുണ്ട്. ഇതിന്റെ പുനർനിർമ്മാണ സമയത്ത് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച പകുതി ഭാഗം നഷ്ടപ്പെട്ടു. പുനർനിർമ്മാണം അപ്പൊ ഏത് കാലത്തിലായിരുന്നു പുനർനിർമ്മാണം? 2000 തുടങ്ങിയിട്ട് 2014 പുനർപ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ശിലാലിഖിതം എവിടെയാണ് സാറേ? ശിലാലിഖിതമാണ് ഈ കാണുന്നത്. ഓഹോ. പഴയകാല തമിഴ് അക്ഷരങ്ങളാണ്, പഴയ തമിഴ് ലിപിയാണല്ലേ. ഇത് ഈ ഒരു ശില കിട്ടുന്നത് ഏകദേശം ഒരു 20 വർഷം മുൻപ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത്, ഇത് കിട്ടുന്ന ഏതാണ്ട് 23 വർഷം മുമ്പ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയതാന്നാ പറയണേ. ഇത്ര ഭാഗമുള്ളൂ, ഇവിടെ നിന്ന് പൊട്ടിപ്പോയേക്കാണ്. ഇപ്പൊ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി അദ്ദേഹം ഒരു ചോക്കിട്ട് ഉറച്ചൊന്ന് കഴുകി വെച്ചാണ് കറക്റ്റ് നമുക്ക് ആ എഴുത്ത് തിരിയാനായിട്ട്. അതല്ലെങ്കിൽ ക്ലിയർ ആവില്ല. പഴയ തമിഴ് ലിപിയാണെന്നാ പറയണല്ലേ. അപ്പൊ ഈ ശ്രീകോവിലെല്ലാം പഴയതാണല്ലേ? ഈ ചുറ്റമ്പലമൊക്കെ പുതിയത് പണിത് ഇടിഞ്ഞു പോയിരുന്നു. ആ ചുറ്റമ്പലം ഇടിഞ്ഞു, അത് വെട്ടുകല്ലാണ് നിർമ്മിതമായിരുന്നു പഴയ. അപ്പൊ ആ വെട്ടുകല്ലിലുള്ളത് ഇടിഞ്ഞു പോയി. അത് ഞങ്ങൾ പുനർനിർമ്മിച്ചപ്പോൾ ഇപ്പോൾ പുതിയ ആധുനിക സംവിധാനത്തിലുള്ള വാർക്ക ചെയ്തു എന്നുള്ളൂ. പക്ഷെ ശ്രീകോവിൽ ഇന്നും ആ പഴമ നിർത്തിയിട്ട് ഒന്നും തൊട്ടിട്ടില്ല. അത്യാവശ്യം കൊത്തുപണികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം. ഇതിലെ വണ്ടി ഇതിലിങ്ങനെ വരാം അല്ലേ? ഇവിടെ ഒരു ചെറിയൊരു ഗോശാലയും കൂടി ഉണ്ട് കേട്ടോ. ഇത് ക്ഷേത്രത്തിലെ പശുക്കൾ തന്നെയാണോ? വെച്ചു ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവാണിത്. ഇത് ഈ മൂന്നല്ലേ? അല്ല, അത് രാജസ്ഥാനിയാണ്. ഇത് രാജസ്ഥാനിയാണ്, നാടൻ പശു അല്ല. ഇവിടെ മറ്റേ ഈ ജേഴ്സി അങ്ങനെയുള്ള സംഗ്രഹങ്ങളെ വളർത്താറില്ല. അതിന്റെ പാലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഒറിജിനൽ ബ്രീഡ് ഇതിന്റെ പാല് J2 എന്നും പറഞ്ഞ് പറയപ്പെടുന്ന പാലാണ്. ഇവിടുത്തെ അഭിഷേകത്തിനൊക്കെ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുന്നതല്ലേ? ഈ കുഞ്ഞും വെച്ചൂരിന്റെ തന്നെയാണ്? വെച്ചൂരിന്റെ കുട്ടിയാണ് ഇവരുടെ. ഇതിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ കുറേയധികം കാലങ്ങളായിട്ട് നല്ല ശുദ്ധമായ ഭസ്മമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ ചാണകത്തിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ധാരാളം ആളുകൾ പൂജയ്ക്കും മരുന്നിനൊക്കെ ആയിട്ട് ഈ ഇതിന്റെ ചാണകവും മൂത്രവും കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതിനൊന്നും നമ്മൾ വില മേടിച്ചിട്ടല്ല കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വെച്ചൂർ എന്താണ് ഇങ്ങനെ കുഞ്ഞ്? അത് ഒരു മൂരിക്കൊട്ടനാണ്. പേര് രാമൻ എന്നാണല്ലേ? ഇവളാണ് ഉള്ളതിൽ ഏറ്റവും മുതിർന്ന നന്ദിനി. നന്ദിനിയാണ്. ഇവള് ഗൗരി. താർ പാർക്കാണ് രാജസ്ഥാനിലെ അവിടുത്തെ നാടൻ. താർ പാർക്ക്. അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചൂടിനെയും ഇതിനെല്ലാം താങ്ങാനുള്ള ശേഷി, നല്ല റെസിസ്റ്റൻസ്. അതായത് ഇത് 2-3 ദിവസം വേണേൽ പോലും ഭക്ഷണവും ജലമില്ലാണ്ട് അവർക്ക് കഴിയാൻ പറ്റും. കാരണം അവർ ഒരു മരുഭൂമിന്ന് അപ്പുറത്തേക്ക് ഫ്രീ ആയിട്ട് കടന്നു പോയത്. അവിടുത്തെ ഗോസംരക്ഷകരുണ്ട്, അവര് കൊണ്ട് കടത്തിക്കൊണ്ട് പോകും. വഴിക്കധികം വെള്ളം കിട്ടാനൊന്നുമില്ല. പക്ഷെ ഇവർക്ക് ക്ഷീണോ പറ്റുന്നുണ്ടാവില്ല. അത് അവർക്ക് പ്രകൃതി ഇവിടെ ഉണ്ടായതാണല്ലേ? ഈ കല്ലുകളൊക്കെ അല്ല? ഈ കല്ല് മുകളിലുണ്ടാവുന്നതാണ്. ഏതിന്റെ? മുകളിലുണ്ടായിരുന്നതാണല്ലേ? 2 കല്ലുകൾ മാറിയിട്ടുണ്ട് മുകളിൽ പൂർണ്ണമായിട്ട് ചെറിയൊരു പൊട്ടലുണ്ടപ്പോൾ മാറ്റിയിട്ട് കിടന്നുള്ള താഴെ പോയെന്നില്ല. അതിനകത്ത് വെള്ളം പാത്തിയൊക്കെ.
അപ്പോൾ ആ സമയത്ത് പൂജയൊന്നും ഉണ്ടായിരുന്നില്ല സാറേ? അത് പൂജ നിന്ന് പോയതാണ്. പൂജ നിന്ന് പോയതാണോ? നിന്ന് പോയി എന്നാൽ അവിടെ ഒരു പേര് നടത്താൻ യോഗീശ്വര സ്വാമി ഉണ്ടോ? ഓ, അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരഗിരി സ്വാമി എന്നാണ്. അത് 70 വർഷമായുള്ളൂ സമാധി പോയത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം പൂജ മുടങ്ങിപ്പോയില്ലേ? കാരണം ഇതെന്ത് ചെയ്യാൻ എങ്ങനെ ചെയ്യാന്നുള്ളത് സന്യാസിമാരാൽ പൂജിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ എങ്ങനെ മുമ്പോട്ട് പോകാന്നുള്ള അന്നത്തെ കാലത്തുള്ളവർക്കുള്ളൊരു കൺഫ്യൂഷൻ വന്നു, ഭയവും വന്നു. അതുകൊണ്ടാണ് അത് പൂജ മുടങ്ങി നിന്നുപോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് 2000 കൂടിയിട്ട് ആണ് പല വീടുകളിൽ ചുറ്റുവട്ടത്തുള്ള പഴയ തറവാടുകളിലും ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിലും പ്രശ്നങ്ങളും ഒക്കെ എടുക്കുന്നത്, അഷ്ടമകല്യ പ്രശ്നങ്ങളും രാശി എടുക്കുന്ന സമയത്ത് ഇത് പുനർജനിക്കാൻ സമയമായി ഇങ്ങനെയൊരു ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ. ഇത് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ പറയുന്ന ചില ആചാര്യന്മാർ പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഭഗവാൻ മഹാദേവൻ സമാധിയിലിരിക്കുന്ന സന്ദർഭമുണ്ട് ജപത്തിലേക്കും. അങ്ങനെയും സംഭവിക്കാതെ അങ്ങനെ 50 കൊല്ലം കറക്റ്റ് 50 കൊല്ലം അത് വളരെ പൂജയൊന്നും ഇല്ലാണ്ട് അതിനുശേഷമാണ് ഞങ്ങളിത് പുനരുദ്ധാരണം ചെയ്ത്. ആ ശ്രീകോവില് തമിഴ്നാട്ടിൽ നിന്നുള്ള തഞ്ചാവൂരിലെ ശില്പികൾ തന്നെയാണ് പറഞ്ഞത്. വന്ന് ചെയ്തു. അവർ വന്ന് അഴിച്ചിട്ട് അതിൽ ഓരോ നമ്പർ ഇട്ടിട്ട് തിരിച്ചു കയറ്റിയതാണ്. ശരി ശരി, നമുക്ക് അകത്ത് കാണാവുന്നതാണ്. ശരി ശരി. ഇതൊക്കെ ആ പുതുക്കി പണിത സമയത്ത് ചെയ്തതാണല്ലേ? സിമെന്റ് വർക്കാണല്ലേ? ഇതൊക്കെ സിമെന്റ് വർക്കാ? സിമെന്റ് ആണത്? സിമെന്റ് കൊണ്ട് ചെയ്തതാണല്ലേ? ഇതൊക്കെ സിമെന്റ് വർക്കാട്ടാ. പുതുക്കി പണിത സമയത്ത് ആ ഒരു ശ്രീകോവിലിനായിട്ടുള്ള സാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പണിതാന്നാണ് ഇവർ പറയുന്നത്. ഒരു വ്യാളി ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. കാണുമ്പോൾ തന്നെ അറിയാം, സാറ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ വാസ്തുവിദ്യയായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരു ശരിക്കൊരു തമിഴ് ശൈലിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ ഒരു ക്ഷേത്രത്തിന് വന്നിരിക്കുന്നത്. സാർ പറഞ്ഞതനുസരിച്ച് ഈ തൂണുമെല്ലാം ധാരാളം കൊത്തുപണികളുണ്ട്. നമുക്ക് ഈ അടുത്ത്, അതായത് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു നിർമ്മിതി ഇല്ല എന്ന് തന്നെ പറയാം. ഇതുപോലത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇതെല്ലാം തമിഴ്നാട് ശൈലിയിലുള്ള ഇതാണ് ശ്രീകോവിൽ. ഭഗവാന്റെ പ്രതിഷ്ഠ അതിൻ്റെ ഉള്ളിലാണ്. ഈ തൂണുമെല്ലാം നമുക്ക് ധാരാളം കൊത്തുപണികൾ കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ആ ഒരു 1500-1800 വർഷം മുൻപ് ഉള്ള കൊത്തുപണികളാണ്. സാർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. ഇത് അകത്ത് ഉള്ള പ്രതിഷ്ഠാവിധാനം ഇത് തന്നെയാണ്. ശ്രീ മഹാദേവൻ്റെ അദ്ദേഹം ഇതല്ലേ? അതാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇതല്ലേ? മാനും മഴവും പിടിച്ചിരിക്കുന്ന ഭാവമാണ്, ശൂലമല്ല കയ്യിൽ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ മാനും മഴുവാണ്. അഭയവരത്തോടുകൂടി ഇരിക്കുന്ന ഭാവമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചുറ്റും അവിടെ നിൽക്കുന്നതാണ്. ഇത് ഗജേന്ദ്രമോക്ഷം കഴിഞ്ഞ് ഗജേന്ദ്രമോക്ഷം ആണല്ലേ? അതാണല്ലേ? ഗജേന്ദ്രമോക്ഷത്തിന് ശേഷം ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതാണല്ലേ? അതുപോലെ തന്നെ ഇത് രഥഘോഷയാത്രയുടെ ഭാവങ്ങൾ തിരിക്കുന്നു. രഥമല്ലേ? രഥം. ശരി. അതുപോലെ തന്നെ ആ ശ്രീകോവിലിൻ്റെ പടിയുടെ അടിയിൽ 2 ഗോക്കളുടെ ഇത് കൊടുത്തിരിക്കുന്നു. അതായത് ശിവലിംഗത്തിലേക്ക് നേരിട്ട് ഈ സൈഡിലല്ലേ? ഞാൻ എടുക്കാം. പിന്നെ ഇത് വൈക്കം ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഭക്തർക്ക് കാണാവുന്നതാണ് വ്യാഘ്രപാദർ എന്ന് പറയുന്നത്. വ്യാഘ്രപാദ മഹർഷി പകുതി പുലിയും പകുതി സന്യാസിയുമായിട്ടുള്ള ആ ഒരു ഭാവമാണ്. ഇത് ദേവി താമരതൽനാഥ്, 1000 താമരതൽനാഥിരിക്കുന്ന ആ ഒരു ഭാവം. ദേവീനെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. താമരയുടെ ഉള്ളിൽ ദേവി ഇരിക്കുന്ന ഇത് വ്യാഘ്രപാദ മഹർഷി ആണല്ലേ? ഇദ്ദേഹത്തിനാണ് വൈക്കത്തമ്പലത്തിലെ എല്ലാ പൂജകളിലും അവസാനിപ്പിക്കുമ്പോൾ അത് ചെല്ലുന്നത് ഇത് വ്യാഘ്രപാദർക്ക് സമർപ്പയാമി എന്നും പറഞ്ഞു. അങ്ങനെയാണല്ലോ. അവിടുത്തെ അഷ്ടോത്തര എഴുതിയ ബോർഡിലൊക്കെ ചെല്ലുന്ന ഭക്തർക്ക് കാണാം. ഏറ്റവും അടിയിലിരിക്കുന്നത് വല്ലതും ഇപ്പം എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത് ഇത് വ്യാഘ്രപാദർക്ക് സമർപ്പയാമി എന്നാണ്. ശരിക്കും മഹാദേവൻ്റെ അംശം തന്നെയാണ്. പിന്നെ മറ്റൊരു ഇത് കൊണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞറിവിലും ഒക്കെ ഉള്ളത്, ഇവിടെ ഈ മഹാമുനികൾ എന്തോ മരുന്ന് വിചിത്രമായിട്ട് ഒറ്റമൂലി അരച്ചിരുന്നതായിട്ടുള്ള ഭാഗം, അതാണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതല്ലേ? അപ്പറേ 3 ഇവിടെ 2 അങ്ങനെ എന്തോ 5 കൂട്ടം മരുന്ന് അരച്ച് ഭക്തർക്ക് നൽകിയിരിക്കുന്നു. ഇന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് രോഗത്തിന് അവിടെ ഉണ്ടല്ലേ?
അതിന് ഒരു കാരണമായിട്ടുള്ള എന്നാ ഈ ശിവപുരാണത്തിലതൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മാർക്കണ്ഡേയൻ്റെ കഥ, മാർക്കണ്ഡേയ മുനി മരണത്തെ അതിജീവിക്കുന്ന കഥ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗവും ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടല്ലേ? അതെവിടെയാണ്? ഭാഗത്താണല്ലേ? ഇത് ശിവലിംഗം അല്ലേ? മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത് മറ്റേ കാലം വന്നിരിക്കുന്നതല്ലേ? മാർക്കണ്ഡേയൻ്റെ ഒരു കഥ ഇതാണ് കേട്ടോ. ഇത് കൊത്തിവെച്ചിട്ട് മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇവിടെ കാലം വന്നിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ താഴേക്ക് വരുമ്പോൾ ആനയുണ്ട്, ഒരു നാഗമുണ്ട്, ശിവലിംഗം എല്ലായിടത്തും ഉണ്ടല്ലേ? ശിവലിംഗമുണ്ട്, ആണ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ശ്രീകോവിലിൻ്റെ പടിയാട്ടോ. അവിടെ ഈ ഭാഗത്തും ഈ രണ്ട് സൈഡിലായിട്ട് ഒരു പശുക്കളുടെ ശില്പം കുത്തിവെച്ചിട്ടുണ്ട്. അത് ഭഗവാന് നേരിട്ട് ഗോക്കൾ പാല് ചുരത്തുന്നു എന്ന ഒരു കൺസെപ്റ്റിലാണ് കുത്തിവെച്ചിരിക്കുന്നത്. ദ്വാരപാലകരുടെ ശില്പമൊക്കെ ഇതെല്ലാം പഴയത് തന്നെയാണല്ലേ? ആ ശില്പങ്ങളൊക്കെ പഴയത് തന്നെയാണല്ലേ? പുതിയതാണോ? പുതിയതാണ്. ആ ദ്വാരപാലകരുടെ ശില്പമൊക്കെ പുതിയതാണ് കേട്ടോ. പിന്നെ സാറ് പറഞ്ഞു തന്നത് ഈ ഒരു ശ്രീകോവിലിനോട് ചേർന്ന് ഇങ്ങനൊരു ഹോളുണ്ട്. അത് അന്ന് കറണ്ട് ഒന്നുമില്ല കാലഘട്ടത്തിൽ അതിനകത്ത് ഈ മരവെട്ടിക്കായ്ക്കകത്തുള്ള ചിരാതിരുന്ന ഇവിടങ്ങൾ മരവെട്ടിക്കായുടെ ആ കായ്ക്കകത്ത് ദീപം തെളിച്ച് വെച്ചാൽ നേരത്തോട് നിരന്നത്. കുറച്ച് എണ്ണയും ഇത് മതി. കാറ്റ് പിടിച്ച് കെട്ടുമ്പോൾ അത് തച്ചുശാസ്ത്രത്തിൻ്റെ ഇതുപ്രകാരം കാറ്റടിച്ച് കെട്ടില്ല. അന്ന് ഇതിനകത്ത് ആവശ്യത്തിന് വെട്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീകോവിലിനകത്ത് വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. അതാണല്ലേ? അപ്പം ആ ഒരു ഇത് കാണുന്നത് അതേപോലെ തന്നെ ആ ഭാഗത്തും കാണാം. അത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ കാലത്ത് നമ്മുടെ മരവെട്ടിക്കായുടെ ഉള്ളിൽ ഇങ്ങനെ തിരിയിട്ട് കത്തിച്ച് വെച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം നേരത്തോട് നേരം നിന്ന് കത്തുന്നാണ് പറയുന്നത് അല്ലേ? ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട തൂണിൻ്റെ ഉള്ളിലെ വശമാണ്, നമുക്കവിടെ കയറാൻ സാധ്യമല്ല. അപ്പം സാർ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തോ, അത് എന്താണ്? ഇതാണ് അറിവിൽ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. അയ്യനാറിനൊക്കെ തമിഴ്നാട്ടിൽ പറയും. അയ്യനാറിന് ശാസ്താവ് അയ്യപ്പനും രണ്ടാണ്. ഇതല്ലേ? ശാസ്താവാണ്. അയ്യനാർന്ന് തമിഴ്നാട്ടിൽ പറയുന്നത്. മുകളിൽ വളരെ വിചിത്രമായിട്ട് കണ്ട് ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ആനയും ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്ദികേശനുമായിട്ടുള്ളത്. ഒരു ശിരസായി മാത്രമേ ഉള്ളൂ. രണ്ടുടനോട് കൂടിയിട്ട് അത് വിചിത്രമായിട്ട് ഒരു രൂപമാണല്ലേ? രൂപമാണ്. ഇങ്ങനെ കൈ പിടിച്ചാൽ ആനയും ഇങ്ങോട്ട് കൈ പിടിക്കുമ്പോഴത്തേക്കും നന്ദി തലപ്പൊക്കെ ഒരു സൈഡ് കാളയും ഒരു സൈഡ് പശു അല്ല ആനയല്ലേ? ആനയാണ്. നന്ദികേശനും ഗജവും നിൽക്കുന്ന ഒരു ശിരസ് ഉള്ളു മൊത്തം. ഒറ്റ ഒരു കൊമ്പ് ഒരു ചെവി. അതിൻ്റെ ആനയുടെ മസ്തമായിട്ട് തോന്നുന്ന മൂരി പൊക്കൊക്കെ തലപ്പൊക്കെ പിടിക്കുന്ന അതിൻ്റെ മൂക്ക് കിട്ടിയ നോക്കി. ഇതാണ് ശാസ്താവിൻ്റെ. അത് യോഗയുടെ ഒരു കാലിലുള്ള കെട്ടുള്ളൂ. ശരിക്കും കെട്ടുള്ളൂ. അതാണ് ശരിയും. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ കണ്ട് ഇപ്പോൾ വിവരിച്ച് തന്ന തൂണ് ഈ തൂണാണ് കേട്ടോ. ഈ തൂണിനെ പറ്റിയാണ് അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നത്. ഇതുകൊണ്ട് ഉള്ളിലെ ഭാഗത്താണ് നമ്മൾ ആ ശാസ്താവിൻ്റെ ആ രൂപമൊക്കെ കുത്തിവെച്ച് നേരത്തെ കാണിച്ചിരുന്നു. മുൻപ് യോഗിമാർ ഇവിടെ ഇരുന്ന് മരുന്ന് അരച്ചിരുന്നു എന്നാണ് പറയണേ. അതിൻ്റെ ഒരു കുഴിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട നൂറ്റാണ്ടുകളോ കാലങ്ങളോളം ഇങ്ങനെ ഉരച്ചുരച്ച് ഈ പാറ ഇങ്ങനെ കുഴിഞ്ഞേക്കാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഇത് മുഴുവൻ കരിങ്കല്ലാട്ടോ. മുകളിലൊക്കെ കൊത്തുപണികളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജനൽ പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. ഏതാണ്? ഗണപതി. ഒരു ഗണപതിയുടെ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറ്. ഇത് കൊത്തിയ ആ കല്ലുമ്മ തന്നെ. ഇവിടെ ഒരു ജനലുണ്ട് കേട്ടോ. ഇവിടുന്ന് ഉള്ളിലേക്കാണ് പ്രതീക്ഷ. ഒന്ന് പറയുമോ സാറേ? ഇത് ഈ കാണുന്നത് ഒരു ജനലിൻ്റെ രൂപത്തിൽ പറയണം. ജനലിനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ കിളിവാതിൽ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇത് അതൊന്നുമല്ല. 9 ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ
ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ദേവൻ്റെ കൂടെയാണ് എപ്പോഴും നവഗ്രഹങ്ങൾ. ശ്ലോകങ്ങളിൽ തന്നെ പറയുന്നുണ്ട് നവഗ്രഹ പരിവാര സമേതനായിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത് ദക്ഷിണാമൂർത്തി. അപ്പോൾ അതിനൊരു വലിയ തെളിവാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഭക്തർ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല അതിൽ നിന്നിൻ്റെ ഇതിലൂടെ ഉള്ളിലെ പിൻവിളക്ക് കണ്ട് ദർശിച്ച് തൊഴാവുന്നതാണ്. ഇവിടെ നിന്നല്ലേ? നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പിൻവിളക്ക് കണ്ട് ദർശിച്ച് തൊഴാന്ന് പറയണേ. ഈ ദേവീ സങ്കല്പമാണ്. ഈ ഒരു കിളിവാതിൽ പോലെ, അതായത് ഈ ജനൽ പോലെ പണിത് വെച്ചിരിക്കുന്നത് നവഗ്രഹ സങ്കല്പത്തിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ. നവഗ്രഹ സങ്കല്പമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിൻവിളക്ക് നമുക്ക് കാണാൻ പറ്റും. ദേവീ സങ്കല്പമാണല്ലേ, പാർവതി ദേവിയുടെ സങ്കല്പമായിട്ട് വരും അല്ലേ. ഒമ്പതിൻ്റെയൊക്കെ ഒരുപാട് കണക്കുകൾ ക്ഷേത്രങ്ങളുമായിട്ടും പ്രപഞ്ചമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടാണ്. 9 എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്. ശാസ്ത്രവും കാര്യങ്ങളാണ് നവദ്വാരങ്ങൾ. അതുപോലെ തന്നെ നവധാന്യങ്ങൾ. ഇതേ നവധാന്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലെ താഴിക്കുടങ്ങളിൽ നടക്കുന്നത്. പുതിയ താഴിക്കുടം. അതുകൊണ്ടാണ് ആ 9 വിത്തുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പണ്ട് കാലത്തോട്ടാണ് അവർ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഇത് പുകയത്തൊക്കെ ഉണക്കി സൂക്ഷിച്ച് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുക. ഇന്നത്തെ കാലങ്ങളിൽ അന്നത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കും. പറഞ്ഞു സാറേ. ഈ ക്ഷേത്രം 100% തമിഴ് ഇതാണെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ പഞ്ചവർഗത്തറയുടെ അളവിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അല്ലേ? കേരളത്തിലെ കോൽക്കണക്കിലെ സമ്പ്രദായമല്ല അതിൻ്റെ അളവിൽ വ്യത്യാസം. ഈ തറയുടെ അല്ലേ? അവിടെ 74 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ കേരളത്തിൽ 72 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ഇത് 74ആണ്. അത് എങ്ങനെ, ഏത് കണക്കാ? മുകളിൽ താഴേക്കാണ് വരുന്ന ആ പഞ്ചവർഗത്തറ ഇതിനല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്കുള്ള പഞ്ചവർഗത്തറ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഹൈറ്റാണ്? ഈ ഉയരത്തിലെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് കേരളീയ ശൈലി തത്ശാസ്ത്രമല്ല, തമിഴ് ആണ്. കേരളത്തിലെ കണക്കുവെച്ചുമ്പി ഒക്കാണ്ട് വരും. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് തമിഴ് തപതികളായിട്ട് എന്താണ് ഇതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. കോൽക്കണക്കിൽ വ്യത്യാസം 2 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം. 2 സെൻറ്റിമീറ്റർ കൂടുതലാണ് അവിടെ. ഇതിന് കേരളത്തിൽ 2 സെൻറ്റിമീറ്റർ കുറവാണ്. അത് ഈ തമിഴ് ശൈലിയാണ് 100%. കാരണം അവരുമായിട്ട് വീണ്ടും ഇവിടുത്തെ കണക്കിട്ട ഉണ്ണികൃഷ്ണ തിരുമേനി, ഇപ്പോൾ കാഞ്ഞാൻ ഉണ്ണികൃഷ്ണ തിരുമേനിക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇത് ഈ തമിഴ് കണക്കിലാണെന്നുണ്ട്. അതിൻ്റെ നീളത്തിലും വീതിയിലെല്ലാം വ്യത്യാസമുണ്ടല്ലേ. ഇത്തരത്തിലൊരു സംവിധാനം കേരളത്തിലെ തജ്ജശാസ്ത്രത്തിൽ ഇല്ല. അവരുടെ കണക്കാണിത്. അതുകൊണ്ടാണ് ആ ഒരു അളവ് വ്യത്യാസം കാണിക്കുന്നത്. ഇത് ഓവ് പുറകോട്ടാണ്. നേരെ ക്ഷേത്രത്തിന്റെ പുറകോട്ടല്ലേ? അഗസ്ത്യമുനിയാണ്. ഇതൊരു പ്രത്യേകതയാണ് കേട്ടോ. ക്ഷേത്രത്തിന്റെ ഓവ് നേരെ പുറകോട്ടാണ്. പിന്നെ ഇവിടെ ലിംഗരൂപത്തിലല്ല ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് മുമ്പുണ്ടായിരുന്നത് ഈ 1962 ഇവിടുന്ന് കുറേ വിഗ്രഹങ്ങൾ അനാഥമായിരുന്ന സമയത്ത് 1962 കേരളത്തിൽ 5 മ്യൂസിയങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ശിവലിംഗം ആയിരുന്നോ? ശിവലിംഗം ഉണ്ട്, രൂപമുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിരവധി. അപ്പോൾ ഇവിടെ ശരിക്കും ദക്ഷിണാമൂർത്തി സ്വാമിയിൽ മറ്റേ വിഗ്രഹ രൂപത്തിലാണ് പ്രതിഷ്ഠ വരുന്നത്. പിന്നെ നമുക്ക് മറ്റുള്ള ശിവക്ഷേത്ര വ്യത്യാസം നമുക്ക് ഇത് പൂർണ്ണ പ്രതിഷ്ഠ കടക്കാവുന്നതിൻ്റെ 2-3 കാരണങ്ങൾ. ഒന്ന് അഗസ്തീശ്വരൻ ഇരിക്കണം. ഇത് അഗസ്ത്യമുനിയാണ് അല്ലേ? ഇത് അഗസ്ത്യമുനിനെയാട്ടോ ഈ കൊത്തി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുഖമൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അതെ. അഗസ്ത്യമുനിയാട്ടോ ഈ കൊത്തി വെച്ചിരിക്കുന്നത്. അത് നേരെ ശ്രീകോവിലിൻ്റെ നേരെ പുറകിൽ, അതായത് നമ്മുടെ ഈ ഓവിൻ്റെ നേരെ മുകളിലായിട്ടാട്ടോ വരുന്നത്. ഈ ഓവ് വന്നിരിക്കുന്നത് ശ്രീകോവിലിൻ്റെ നേരെ പുറകുവശത്താണ് കേട്ടോ. അഗസ്ത്യമുനി നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. മുഖം നല്ല ചിരിച്ച് പ്രസന്നമായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അഗസ്ത്യമുനിയെ കൊത്തി വെച്ചിരിക്കുന്നത്. 18 യോഗികളാണ്. ഏറ്റവും പ്രധാനമാണ് അഗസ്ത്യമുനിയാണ്. അദ്ദേഹം ഇരിക്കുന്നു. പോരാത്തതിന് ഇവർ 4 പേരിരിക്കുന്നു. തെക്കോട്ട് ദർശനമായിട്ട് 4 പേരെന്ന് വെച്ചാൽ മഹാദേവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ. പൊതുവെ ഒരിക്കലും അങ്ങനെ വരാറില്ല. അവരെ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകനാണ് കൂടെ ഒരാളെ കാണും. ഒന്നിലെ ഗണപതി അല്ലെ സുബ്രഹ്മണ്യൻ. ഇവിടെ 4 പേരുണ്ട്. 4 പേര് അങ്ങനെയാണ്. 4 പേർ ഒന്നിച്ച് ഒരേ പീഠത്തിലിരിക്കുന്നത്. വേറെ ചെറിയ വ്യത്യാസമുണ്ട്. പൊതുവെ കണ്ടുവരുന്ന കേരള മാതൃകയിൽ മറ്റു രീതിയിൽ കണ്ടുവരുന്നെങ്കിൽ ശ്രീ മഹാഗണപതി ഇരിക്കുന്നത് പാർവതി ദേവിയുടെ അടുത്തായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഭഗവാന്റെ അടിയിലാണ്, മഹാദേവന്റെ അടുത്ത്. അതെല്ലാം അദ്ദേഹം ഇരിക്കുന്നു. ഇവർ 3 പേരിരിക്കുന്നു. സുബ്രഹ്മണ്യൻ നിൽക്കുന്നു വേലും പിടിച്ച്. അങ്ങനെയാണല്ലേ? ബാലസുബ്രഹ്മണ്യനായിട്ട് നിൽക്കുന്ന വേല് പിടിച്ച് നിൽക്കുന്നത്.
അപ്പം ഇത് 4 പേര് അങ്ങനെ ഇരിക്കുന്നു. ഇത് പിന്നെ അതിലും വിചിത്രമായിട്ടൊരു സംഭവം വെച്ചാൽ ഇവിടുത്തെ മഹാദേവൻ്റെ ജടയിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമില്ല. അത് ആ പുരാതനമായ കുളത്തിലാണ് കാണിക്കുന്നത്. നമ്മുടെ താഴെ മുൻപിൽ അവിടെയാണ് ഗംഗാദേവിയുടെ സാന്നിധ്യം. ഈ കാരണങ്ങളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കടന്നു പോകാൻ കാരണം. ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള പൂർണ്ണമായുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ കൈലാസം തന്നെയാണ്. കൈലാസത്തിൽ ശ്രീ മഹാദേവൻ പാർവതിയോടും ഗണപതിയോടും സുബ്രഹ്മണ്യനോടും ഇരിക്കുന്നതാണ് ഹൈന്ദവ വിശ്വാസവും കാര്യങ്ങളും. അവിടെ കൈലാസം ഉണ്ടല്ലോ, ആ സെയിം സംവിധാനമാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഈ 4 പേരിരിക്കുന്ന കൈലാസത്തിലാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നിങ്ങൾ ഭജിക്കാനും പ്രാർത്ഥിക്കാനും ചെയ്യാനും. ഇവിടെ ചെയ്യുന്ന പൂജാകർമ്മങ്ങളാണുള്ളത്. 4 പേർക്കും കൊടുക്കും. ഒരു ഭക്തനൊരു പുഷ്പാഞ്ജലി അർപ്പിച്ചാലും 4 പേരെയും അഭിഷേകങ്ങളെല്ലാം. ഇവിടെ 5. നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടെ പടിഞ്ഞാറ് വശത്ത് 9 ദ്വാരങ്ങൾ, ഇവിടെ ഒരു 5 ദ്വാരങ്ങളുണ്ട് അല്ലേ. കിഴക്ക് വശത്ത് ഒരു 5 ദ്വാരങ്ങളുള്ളൊരു ഇതും കാണാം. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ദീപം കാണാം കേട്ടോ. ഇതിനെന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത? ഒന്ന് പറയൂ സാറേ. ഇത് ചെയ്തിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. അതുപോലെ തന്നെ മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പം മഹാദേവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്കും ഒരു ഏത് ക്ഷേത്രത്തിലാണല്ലോ നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, ക്ഷേത്ര ശ്രീകോവിലേക്ക് ദർശനത്തിന് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളെ ഏകീകരിച്ച് കൊണ്ടുവന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്ര മനോഭാവത്തോടെ, അതായത് നമ്മുടെ ഉള്ളിൽ പറ്റൊന്നും പാടില്ല, നേരെ നമ്മൾ ശുദ്ധമായിട്ട് വേണം ഫ്രണ്ടിൽ ചെല്ലാനായിട്ട്. അതാണ് ഒന്ന് കാണിക്കുന്നത്. ദക്ഷിണാമൂർത്തി ആയിരിക്കുന്ന മഹാദേവന് പഞ്ചമുഖൻ എന്നൊരു പേരുണ്ട്. നമ്മൾ ഈ കുട്ടികളിൽ പോലും സാധാരണക്കാർ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും അങ്ങ് ചെയ്യുന്നു എന്നുള്ളൂ. കുട്ടികളിൽ ഒരു കുഞ്ഞ് ജനിച്ച് 28 അരയിൽ കിട്ടുന്ന 5 മണികൾ പഞ്ചലോകങ്ങൾ പറയും. അതോടുകൂടിയാണ് ഈ കുട്ടി പ്രപഞ്ചമായിട്ട് ബന്ധമാകുന്നത്. അന്നോട്ടാണ് ഭൂമിയിൽ കിടത്താൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 5 ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചലോഹങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അങ്ങനെ അതൊക്കെ അകത്ത് വെച്ചിരിക്കുന്ന ബിംബങ്ങൾ, അതിനെല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് ഇതല്ലേ. ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ പഞ്ചശുദ്ധി വേണം. 5 ശുദ്ധികൾ വേണം മനുഷ്യന്. വാക്ശുദ്ധി, മനഃശുദ്ധി എന്നൊക്കെ പറഞ്ഞ് 5 ശുദ്ധികളുണ്ട്. അത് പാലിക്കപ്പെടണം. ഇവർ ക്ഷേത്രത്തിലെ പൂജാരിമാർ ചെയ്യുന്ന പൂജ 5ആണ്. അതൊന്നും പരിസ്ഥിതി ഇതായിട്ട് ബന്ധപ്പെട്ടതിനാണ്. കാരണം ദീപം, ധൂപം, ഗന്ധം, ജലം, പുഷ്പം എല്ലായ്പ്പോഴും പൂജ തുടങ്ങുമ്പോൾ സമാപിക്കുന്നവരങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദീപം കാണിച്ചു, ധൂപം കാണിച്ചു, ഗന്ധം കാണിച്ചു, ജലം കാണിച്ചു, ജലശങ്കിലൂടെ കാണിച്ചു, അത് കഴിച്ചൊരു പൂവ്. ശ്രദ്ധിക്കുക നോക്കുക. അങ്ങനെയാണ് അതിൻ്റെ പൂജ നടക്കുന്നത്. 5ആണ്. ഇത് പറഞ്ഞു സാർ. ഈ കൊത്ത് ഇത് 18 ശിവയോഗികളിൽ രണ്ടാമത്തെ ആൾ തിരുമൂലർ എന്ന് പറയുന്ന തിരുമൂലറിലെ 18 യോഗികളിൽ രണ്ടാമത്തെ ആൾ തിരുമൂലർ. അദ്ദേഹം വൈദ്യനാഥാണ്. ഇലയുടെയൊക്കെ സിംബിളുകളാണ്. അദ്ദേഹം കിഴക്കോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കിഴക്കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 5 വേറെ പ്രത്യേകതകളുണ്ട്. ഈ 5 മേടമാസത്തിൽ സൂര്യൻ നെടുരേഖയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, മേടമാസം മേടപ്പത്തോട് കൂടിയിട്ട് ഒരു ഏപ്രിൽ 23, 24 ഒരു 22-ാം തീയതി തുടങ്ങും. 23, 24 ആകുമ്പോൾ കൃത്യമായിട്ടും സൂര്യപ്രകാശം ഈ 5 ദ്വാരങ്ങളിലൂടെ മഹാദേവന്റെ അവരുടെ പുറകിൽ വരൂല്ലേ. അങ്ങനെ മുകളിൽ എന്തൊരു രൂപ, അതൊക്കെ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. സന്യാസിമാരുടെ രൂപങ്ങളെ കുത്തിവെച്ചിരിക്കുന്നതല്ലേ. കോമൺ ബാലൻസിനാണ് ഈ ഉത്തരത്തിൻ്റെ മുകളിൽ. ഈ തൂണ്ട മുകളിൽ ഈ കൊടുത്ത് നിൽക്കുന്ന സാധനത്തിന്റെ പേര് പറയുന്നത് ഉത്തരത്തങ്ങിന്നാണ്. പേര് തന്നെ ഇതിന്റെ അതിന്റെ മുകളിലേക്ക് ഒരു കോമൺ ബാലൻസിനാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് അതിനെ പശയിട്ട് ഉറപ്പിച്ചല്ല, ആണി കൊടുക്കോ പൊഴി കൊടുത്തിട്ടില്ല. ഇതൊരു ബാലൻസാണ്. ആ ബാലൻസിൽ എത്ര കാലം വേണ്ടി സാധനം നിൽക്കാം. ബാക്കി ചുറ്റമ്പലം പൊളിഞ്ഞു പോയിട്ട് പോലും ഇതിന് ഇതൊരു അനക്കമില്ല, കോട്ടം തട്ടാണ്ട് ഇങ്ങനെ ഒന്നുമില്ല. ഈ തൂണുമേ അത്യാവശ്യം തുണികളുണ്ടല്ലേ. ഇവിടേക്ക് വരുമ്പോൾ നേരത്തെ അങ്ങേ സൈഡിൽ കണ്ട പോലെ ഇങ്ങനെ മരുന്നുകളെ കുറച്ച് പാറമ കുഴിയായ ഒരു ഭാഗം, തേഞ്ഞു പോയൊരു ഭാഗം കാണാം കേട്ടോ. ഇവിടെ 3 ഭാഗമുണ്ട്. 1, 2, 3 അങ്ങനെ കേട്ടോ. അപ്പോൾ നൂറ്റാണ്ടുകളോളം ഇവിടെ എന്തോ ഇങ്ങനെ ഉരച്ച് മരുന്നോ അങ്ങനെ ഉരച്ച് ഇങ്ങനെ കുഴിഞ്ഞാന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ആ ഒരു ചുമരുമേ നമുക്കിങ്ങനെ കൊത്തുപണികൾ കാണാം. ഏറ്റവും മുകളിൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഈ കാണുന്ന സുബ്രഹ്മണ്യ സ്വാമി മയിലിൽ പുറത്ത് കയറിയിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ അകത്ത പ്രതിഷ്ഠ. മഹാദേവനും പാർവതി ദേവി ഇരിക്കുന്നത്. അങ്ങനെ മഹാദേവന്റെ കയ്യിൽ മഴു. ഇതെന്താണ് മഴു? ഇത് മഴു അല്ലേ? മാനെന്ന് വെച്ചാൽ മാനല്ലേ? ശരി, അങ്ങനെയാണല്ലേ.
അതെന്താണ് അത് അങ്ങനെ അങ്ങനെ ഇരിക്കുക. ആ മഹാദേവന്റെ കയ്യിൽ മാനും മഴു, ഇത് മാനും മഴുവാണ്. പാർവതി ദേവി താമര പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് വിരിഞ്ഞ ശാന്തസ്വരൂപമായിട്ടിരിക്കും. ഇതാണ് ഉള്ളിലെ പ്രതിഷ്ഠ ഇങ്ങനെയാണെന്ന് പറയുന്നത്. ലിംഗപ്രതിഷ്ഠയല്ല, അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് മഹാദേവൻ്റെ പാർവതിയുടെ ക്ഷേത്രത്തിനുള്ളിലുള്ള പ്രതിഷ്ഠ വരുന്നത്. ഇവിടെ ഇത് താമരമുട്ട് പിടിച്ച് ദേവി ഒറ്റയ്ക്ക് ഇരിക്കുന്ന മുകളിൽ ഒരു ശിവലിംഗം കാണാം. യോഗ ചെയ്യുന്ന രീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ കണ്ട അത് 2 ആൾക്കാരുടെ രൂപമാണ് കുത്തിവെച്ചിരിക്കുന്നത്, മുകളിൽ കുത്തിവെച്ചിരിക്കുന്നത് അല്ലേ. ഇത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ അല്ലേ, ഒരു രൂപം കുത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഈ വൈദ്യൻ ഉണ്ടായിരുന്നു, വൈദ്യം കളരികളെ കണ്ടാണ്. ഞങ്ങളുടെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് നിലവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന മാർഷൽ ആർട്സിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതേ രീതിയിൽ സീൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലേ. അന്ന് രാജാക്കന്മാർ ഈ എംബ്ലമാണ് കളരി ഗുരുക്കന്മാർക്ക് കൊടുത്തിരുന്നത്. ഗുരുക്കന്മാർക്ക് തരത്തിലൊരു അതാണല്ലേ. പിന്നെ മുകളിലത്തെ കിട്ടുന്നത് അവിടെ ഒരു 3 ഇടലോട് കൂടിയിട്ടേ എവിടെ അതെടുക്കാം. ഇതാണോ? അതല്ല 3 പേരുണ്ടത്. ശരി, ഒരു ശിരസ്. അതല്ലേ, ഇതല്ലേ ഒറ്റ ശിരസും 3 രൂപം അല്ലേ, 3 ശരീരം അല്ലേ, അങ്ങനെ ഒരു രൂപം ഉണ്ടോ ആ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ. അങ്ങനെയാണ്, പക്ഷെ ഒറ്റ ശിരസ് തൊഴുതിരിക്കുന്നതായിട്ട് കാണിക്കുന്നതല്ലേ. ധാരാളം കൊത്തുപണികളുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലെ. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദീപാരാധനയായിട്ടോ, അപ്പോൾ നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൊടുപുഴയിലുള്ള അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ഇവർ പറയുന്നതനുസരിച്ച് 1800 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പൂർണ്ണമായും തമിഴ്നാട് ശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ക്ഷേത്രം കേരളത്തിൽ വളരെ കുറവാണ്, കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മഹാദേവനാണ് പ്രതിഷ്ഠ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഹാദേവൻ ലിംഗരൂപത്തിലല്ല, വിഗ്രഹമായിട്ടാണ്. മഹാദേവൻ, പാർവതി ദേവി, ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, അങ്ങനെ 4 പേര്, ശിവകുടുംബമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. ഞാനിപ്പോൾ ദീപാരാധനയുടെ സമയമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ദീപാരാധനയ്ക്ക് നട തുറക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കൊരു
ഒരു എന്താ പറയുക, ഭയങ്കര പോസിറ്റീവുള്ള ഭയങ്കര ഒരു ഒരു വൈബായിരുന്നു കേട്ടോ ആ ഒരു ഇത്. ഞാൻ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ചിത്രം ഇവിടെ കാണാം. ഇതാണ് കറക്റ്റ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. മഹാദേവൻ, പാർവതി ദേവി, ഗണപതി, സുബ്രഹ്മണ്യ സ്വാമി, ഇതാണ് പ്രതിഷ്ഠ. ഇത് തന്നെയാണ് ഇവിടുത്തെ വിഗ്രഹം വരുന്നത്. ആ ഒരു ദീപാരാധന സമയത്ത് ഇവിടെ വന്ന് തൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുകണം. അത്രയ്ക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടുത്തെ ആ സമയത്തൊരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹമാണ്, ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അത് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ 9 ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് നവഗ്രഹങ്ങളെയും നവധാന്യങ്ങളെയും എല്ലാം ആണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പിൻവിളക്ക് കാണാൻ പറ്റും. അതായത് ദേവിയുടെ ആ ഒരു പ്രതീകമാണത്. പിന്നെ മറ്റുള്ള ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ ഓവ് മുറിച്ച് കിടക്കാം. കൂടാതെ തന്നെ ഓവ് ശ്രീകോവിലിൻ്റെ നേരെ ബാക്കിലാണ് വരുന്നത്. അതിന് അദ്ദേഹം കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാദേവൻ്റെ ശിരസിൽ ഗംഗാദേവിയുടെ സാന്നിധ്യമില്ല എന്നും, അതുപോലെ തന്നെ ഇവിടെ അഗസ്ത്യമുനിയാണ് ഈ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഈ കാണുന്നത് അഗസ്ത്യമുനിയാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ശ്രീകോവിലിൻ്റെ കിഴക്ക് വശത്ത് ഇവിടെ ഒരു 5 ദ്വാരങ്ങൾ കാണാം. ഇത് പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുമേനി നമസ്കാരം. നമസ്കാരം. പേര് പറ. പേര് അമൽരാജ്. സ്ഥലം വൈക്കം. ഇവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. മേൽശാന്തിയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഭഗവാൻ ചെയ്യുന്ന പ്രധാന വഴിപാടുകൾ ഒക്കെ എന്തൊക്കെയാണ്? ധാരയുണ്ട്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. ധാരയാണ് മെയിനായിട്ട് പ്രധാനമായിട്ടുള്ളത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പൗർണമിയാണ് ഇവിടുത്തെ പ്രധാന വിശേഷ പൂജ എന്ന് പറയുന്നത്. പൗർണമി ദിവസം രാവിലെ ഉമാമേശ്വര പൂജയും വൈകിട്ട് 6:30-ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം 9 പ്രദക്ഷിണമുണ്ട് ഇവിടെ ക്ഷേത്രത്തിന് ചുറ്റും. 9 പ്രദക്ഷിണം കഴിഞ്ഞ് സഹസ്രാമാർച്ചനയുണ്ട്. സഹസ്രാമം ജപം കഴിഞ്ഞ് പിന്നെ പൗർണമി പൂജയായിട്ടാണ്. ഇവിടെ പ്രധാന വിവാഹ തടസ്സം, അതുപോലെ ജോലി തടസ്സം, അങ്ങനെയുള്ള ഓരോ തടസ്സങ്ങളും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പൗർണമി പൂജ ഇവിടെ നടത്തുന്നത്. പിന്നെ എല്ലാ മാസവും പൗർണമി, എല്ലാ മാസം വെളുത്ത പവനാണ് ഇവിടെ പൂജ നടത്തുന്നത്. അതപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ? നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇവിടെ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം വന്നിട്ടാണെങ്കിലും എഴുതിക്കാം. 7 മണിക്കാണ് പൂജ തുടങ്ങുന്നത്. വൈകിട്ട് പൂജ തുടങ്ങുന്നത് 8 മണിയൊക്കെ ആകും തീരുമ്പോൾ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ അർച്ചനകളാണ്. അഹോരമന്ത്ര അർച്ചന, അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, പിന്നെ ധാരയാണ് മെയിനായിട്ട് ഇവിടെ വഴിപാടായിട്ടുള്ളത്. പിന്നെ ഉത്സവം അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഉത്സവമായിട്ട് ഇവിടെ മാസം എപ്പോഴും പരിപാടി തന്നെയാണ്. ഷഷ്ടിയുണ്ട്, പിന്നെ പൗർണമി, പ്രദോഷം. പിന്നെ ഇവിടെ മെയിനായിട്ട് നിൽക്കുന്നത് സ്കന്ദഷ്ടിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. പിന്നെ പ്രതിഷ്ഠാ വാർഷികം, പിന്നെ ശിവരാത്രി, അതൊക്കെയാണല്ലേ. വേറെ അങ്ങനെ ഉത്സവമായിട്ടില്ല. ഇവിടെ പ്രതിഷ്ഠാ വാർഷികം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഭഗവാൻ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇല്ല അങ്ങനെയൊന്നുമില്ല. തന്ത്രി വരും, കലശവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെ പ്രത്യേകത ഭഗവാൻ മറ്റേ ഈ വിഗ്രഹ രൂപത്തിൽ അങ്ങനെയാണ് ഉള്ളത്. വിഗ്രഹ രൂപത്തിലാണ് ഭഗവാൻ. പിന്നെ പാർവതി, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യം കുടുംബസമേതമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പം കൂടി ഉണ്ടല്ലേ. പിന്നെ എന്ത് ഇതാണെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യസാധിച്ച എല്ലാവരും ഇവിടെ നിന്ന് പോകാറുള്ളത്. കൈവശമാണെങ്കിലും അതുപോലെ തന്നെ പേടി, അങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യം സാധ്യം നടത്തുന്നുണ്ടല്ലേ. ശരി, എന്തായാലും ഡീറ്റെയിൽസ് നന്ദി കേട്ടോ.
ഈ ദ്വാരപാലകരൊന്നും അവിടെ ശില്പങ്ങളൊന്നും പഴയതല്ല. അത് പുതുക്കി പണിത സമയത്ത് പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ സമയം ഒന്ന് പറയാമോ? ഞങ്ങൾ വെളുപ്പിന് 5 മണിക്കാണ് തുറക്കുന്നത്. 5 മണിക്ക് തുറന്ന് 6:15 ഗണപതി ഹോമം, 6:30 ഉഷപൂജ, അത് കഴിഞ്ഞ് 8 മണിക്ക് ധാര, 10:30 ഉച്ചപൂജ, ഇവിടെ 11 മണിക്ക് നടയടക്കും. എല്ലാ ദിവസവും അങ്ങനെ. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങൾ നമ്മൾ താമസിക്കും, നടയടക്കാൻ വേണ്ടി താമസിക്കും. പിന്നെ വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തുറക്കും, 6:30 ദീപാരാധന, 7:30 താഴപൂജ, 8 മണിക്ക് നടയടയ്ക്കൂല്ലേ? ശരി ആയിക്കോട്ടെ. ശരി. തൊടുപുഴയിലുള്ള അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ഇവർ പറയുന്നതനുസരിച്ച് 1800 വർഷത്തോളം പഴക്കമുള്ള ഒരു തമിഴ് മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിംഗരൂപത്തിലുള്ള വിഗ്രഹരൂപത്തിലാണ് ഭഗവാൻ കുടുംബസമേതനായിട്ടാണ് ഇരിക്കുന്നത്. ക്ഷേത്രത്തിൽ നമുക്ക് മറ്റുള്ള ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചുറ്റും പ്രദക്ഷിണം വയ്ക്കാം. അപ്പോൾ തൊടുപുഴയിലുള്ള ഈ അണ്ണാമലനാഥർ ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.